ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സ് റേഡിയോയിൽ പരിശുദ്ധ വലിയ നോമ്പിന്റെ ധ്യാന ചിന്തകളുമായി ബഹുമാനപ്പെട്ട റിഞ്ചു പി കോശിയച്ചൻ നമ്മളോട് സംസാരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഓർത്തഡോക്സ് ഇന്റർനെറ്റ് റേഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധമാവുന്ന നൊയമ്പിൻ്റെ അനുഭവങ്ങളിൽ കൂടി നാം കടന്ന് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ആത്മാർത്ഥമായ അടുപ്പത്തിൻ്റെ ഒരു കഷ്ടാനുഭവ ആഴ്ച നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായി നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ് എന്നുള്ളത് പുതിയ ഒരു വ്യാഖ്യാനമോ പഠനമോ അല്ല. അർത്ഥതലങ്ങളിൽ അന്നും ഇന്നും നിറഞ്ഞ് കേട്ടിട്ടുള്ളതും നിറഞ്ഞു ചിന്തിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ് അത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ അപ്രകാരം ക്രമീകരിക്കുവാനും ജീവിതത്തെ അപ്രകാരം വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ സഭയുടെ പ്രധാന ദിവസങ്ങളായി, പ്രധാന ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായി തന്നെ ഈ ദിവസങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേകമായ മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ദേവാലയത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ ദേവാലയത്തിൽ ഒരുപാട് സിംബൽസും സയൻസും ഒക്കെയും ഉപയോഗിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസം ദൈവവചനത്തിൽ നിന്ന് അല്പമായി സംസാരിക്കുന്നതിലുപരിയായി ചില ചിന്തകൾ പരിശുദ്ധ സഭ ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങളിൽ കൂടി, ചില പ്രതീകങ്ങളിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാമെന്നാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നോക്കിയാൽ പല രീതികളിലുള്ള നിറങ്ങൾ കാണുവാനായി സാധിക്കും. അതിൽ ഏറ്റവും ശക്തമായ നിറമാണ് പച്ച നിറം, പിന്നീട് വരുന്നത് നീല നിറം. ഇങ്ങനെ പല പല നിറങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വ്യത്യസ്തവും വിസ്മയിപ്പിക്കുന്നതുമായ ഒരു നിറമാണ് കറുത്ത നിറം. ദേവാലയത്തിലേക്ക് നോക്കിയാൽ അറിയാം, പരിശുദ്ധമാവുന്ന സഭ ഈ സമയത്ത് ദേവാലയത്തിൽ കറുത്ത നിറം ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ സമയത്ത് കുരിശ് ഏറെയായി ഉപയോഗിച്ചിരിക്കുന്നു. പല സാഹചര്യങ്ങളിലും വിശ്വാസികളുടെ മനസ്സിൽ ചെറിയ ചോദ്യചിഹ്നങ്ങൾ ഇടുവാനായി കുരിശ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതര വിഭാഗക്കാർ. കുരിശ് ഒരു വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ കുരിശിനെ വന്ദിക്കുക, കുരിശിനെ ആരാധിക്കുക എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ എത്രമാത്രം ആവശ്യമാണ്, അതിനോടുള്ള ബന്ധം എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കുരിശ് എന്ന് പറയുന്നത് ഒരു തടി കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു സംഭാവനയായിട്ടോ അതിനെ ഒതുക്കി നിർത്താനല്ല. മലങ്കര ഓർത്തഡോക്സ് സഭ ഒരിക്കലും അപ്രകാരം പഠിപ്പിക്കുന്നതുമില്ല. നേരെ മറിച്ച് കുരിശിനെ കാണുന്ന ഒരു വ്യക്തി കുരിശിലൂടെ തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കണം. ഇറ്റ്സ് എ സിംബൽ. ക്രോസ് ഈസ് എ സിംബൽ എന്ന് പറയും. യേശു തമ്പുരാനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മുഖാന്തരമാണ്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച ആരാധനയിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. എന്നാൽ അടുത്ത വാചകം പറയുമ്പോൾ ഒരിക്കലും ആ സ്ലീബായിൽ നിങ്ങളുടെ ശ്രദ്ധ നിർത്താനല്ല. നേരെ മറിച്ച് സ്ലീബായിൽ നിന്ന് നിങ്ങളുടെ ദൂരം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പ്രവർത്തനം യേശു തമ്പുരാനിലേക്ക് എത്തണം. അതുകൊണ്ടാണ് തൊട്ടടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്, മശിഹ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണം. ഞങ്ങളുടെ ആത്മത്തിന് യഥാർത്ഥ രക്ഷയായി തീർന്നത് കുരിശാണെങ്കിലും ആ കുരിശിൽ കൂടി ഞങ്ങളുടെ ചിന്ത എത്തിച്ചേരുന്നത് യഥാർത്ഥ രക്ഷകനായ യേശു തമ്പുരാനിലാണ്. ഇത് സഭ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഒരു ചിഹ്നമാണ്, പ്രതീകമാണ്. എന്നാൽ അതിലുപരി ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കറുത്ത നിറത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാനായിട്ട് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, കറുത്ത നിറം ദുഃഖത്തിന്റെ പ്രതീകം തന്നെയാണ്. ബ്ലാക്ക് കളർ ഈസ് എ സിംബൽ ഓഫ് മോർണിംഗ് ഓർ സാഡ്നെസ്. ദുഃഖത്തിന്റെ പ്രതീകമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കഷ്ടാനുഭവ ആഴ്ച അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ദുഃഖം, വേദന ഇവ തളം കെട്ടി നിൽക്കുകയാണ്. പ്രത്യേക നമ്മുടെ നാടുകളിൽ നോക്കിയാൽ അറിയാം, മരണ വീടുകൾ ഉണ്ടെങ്കിൽ ആ വീട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വഴിയിൽ ആ വീടിനോട് അടുത്തുള്ള പ്രധാന വഴികൾ മുതൽ തന്നെ കറുത്ത കൊടികൾ കെട്ടിവെക്കാറുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ആളുകൾ അവിടെ ആ മരിച്ച വ്യക്തിയുടെ പടം വെച്ചിട്ട് ഒരു ബാഡ്ജ് നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പന്തൽ, ഈ മൃതശരീരം എടുത്തു വയ്ക്കുന്ന പന്തൽ കറുത്ത നിറം കൊണ്ട് അലങ്കരിക്കുന്ന കണ്ടിട്ടുണ്ട്.
എന്നാൽ അതുപോലെ തന്നെ ഇപ്പോഴ് ഒരു പക്ഷെ ധനത്തിന്റെ കൂടുതൽ കൊണ്ടായിരിക്കാം മരണ വീട്ടിൽ മൃതശരീരത്തോട് ഒപ്പം ഇരിക്കുന്ന ആളുകൾ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു കാലഘട്ടങ്ങളിൽ അത് വെള്ള വസ്ത്രമായിരുന്നെങ്കിൽ ഇന്ന് അത് അല്പം കൂടി വേദന കാണിക്കുവാനായി, പ്രകടിപ്പിക്കുവാനായി കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്തുമാകട്ടെ, കറുപ്പ് എന്നുള്ളത് ഒരു ദുഃഖത്തിന്റെ പ്രതീകമാണ്, യാതൊരു സംശയമില്ല. നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്ത കൂടി ഒന്ന് കടന്നു വരണം. എന്താണ് ഈ ദിവസങ്ങളിലെ ദുഃഖം? എന്താണ് ഈ ദിവസങ്ങളിലെ യഥാർത്ഥമായ ദുഃഖം? ദുഃഖം എന്തെന്നറിയണമെങ്കിൽ നമ്മൾ ആ സഭയിലേക്ക് ഒന്ന് ഇറങ്ങണം. സഭ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്നതാണ് എന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകുമ്പോഴാണ് ദുഃഖം എന്താണെന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിലാകുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ക്രിസ്തു മണവാളനാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകാൽ മണവാളനായിരിക്കുന്ന ക്രിസ്തു അടിയേൽക്കുകയാണ്. താൻ സൃഷ്ടിച്ചവനിൽ നിന്ന് തുപ്പലേൽക്കുകയാണ്. താൻ സൃഷ്ടിച്ചവനാൽ ആണികളാൽ കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. താൻ സൃഷ്ടിച്ചവനാൽ തന്നെ ബന്ധിതനാക്കി കൊണ്ടുപോയി കബറടക്കം നടത്തപ്പെടുകയാണ്. ഇങ്ങനെ ഏറെ ബന്ധങ്ങൾ മണവാളനിൽ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മണവാട്ടിയാവുന്ന സഭയ്ക്ക് ഈ വേദനകൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകാൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രതീകമാണ് ശരീരമാകുന്ന സഭയുടെ തലയാകുന്ന ക്രിസ്തു. ശരീരത്തിന്റെ അവയവങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അല്പം കൂടി നമ്മളെ യഥാർത്ഥമായി ചിന്തിപ്പിക്കുവാനായിട്ട് കഴിയും. ശരീരവും തലയും രണ്ടും രണ്ടായി നിലനിൽക്കുവാനായിട്ട് ഇന്നോളം സാധ്യമായിട്ടില്ല. ശരീരത്തിന് ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ അത് തലയോട് ചേർന്നാണ്, തലയും ശരീരത്തോട് ചേർന്നാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ തലയിൽ, അതായത് ക്രിസ്തുവിൽ ഏൽക്കുന്ന ചെറിയ വേദനകൾ പോലും എൻ്റെ ശരീരത്തെ ആകമാനം തളർത്തണം. അതുകൊണ്ട് ആ ചെറിയൊരു തലവേദന വന്നാൽ പോലും ശരീരം മുഴുവനും പ്രവർത്തന ക്ഷമത ഇല്ലാതെ, പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ രക്ഷകനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, നമ്മുടെ ദൈവമായിരിക്കുന്ന സാക്ഷാൽ ദൈവം ലോകത്തിൽ വന്ന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി നമ്മളെപ്പോലെ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, അവനെ ഈ ദിവസങ്ങളിൽ കുരിശിൽ തറയ്ക്കുവാനായി ഏൽക്കപ്പെടുമ്പോൾ, അവൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. അവൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ഞാൻ മരിക്കേണ്ട സ്ഥലത്താണ് അവൻ മരിച്ചത് എന്നുള്ള ചിന്ത എന്നെ വേദനിപ്പിക്കുന്ന സമയത്ത് അത് എന്നിൽ ഒരു ആത്മീയമായ വേദന ഉളവാക്കിയെടുക്കും. എനിക്ക് വേണ്ടി മരിച്ചവൻ, എൻ്റെ സ്നേഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, എൻ്റെ അനുതാപ ജീവിതം, എൻ്റെ നന്ദിയുള്ള ജീവിതം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മരിച്ച ഒരു ദൈവത്തെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. പണ്ട് വായിച്ച ഒരു കഥ ഇങ്ങനെ ഞാൻ ഓർക്കുന്നു. ഒരു അമ്മ ഒരു മകനെ വളർത്തിക്കൊണ്ടുവരുന്നു. അമ്മയ്ക്കൊരു പ്രത്യേകത മാത്രം, അമ്മയുടെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആ അമ്മ മകനെ വളരെ പണിപ്പെട്ട്, വളരെ പാടുപെട്ട്, ഏറെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂടി മകനെ വളർത്തി വലുതാക്കി. ആ മകൻ വളർന്ന് വലുതായി പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആ മകൻ അമ്മയിലേക്ക് ഒരല്പം കൂടെ ശ്രദ്ധിച്ചു. അതുവരെ അവന് അമ്മയിൽ നിന്ന് സ്നേഹം മാത്രം മതിയായിരുന്നു, അവൻ അമ്മയിൽ നിന്ന് ഭക്ഷണം മാത്രം മതിയായിരുന്നു. ഇപ്പോൾ അവൻ നോക്കിയപ്പോൾ സമൂഹത്തിനിടയ്ക്ക് നിലനിൽക്കുവാനുള്ളൊരു സ്ഥാനം അവനായി. അവന്റെ കാഴ്ചയില്ലാത്ത അമ്മ ചില ജോലികൾ ചെയ്തു കൊടുത്തും ചില പ്രവൃത്തികൾ നല്ലതായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുമൊക്കെ നേടിക്കൊടുത്ത സമ്പാദ്യം കൊണ്ട് അവൻ ഇപ്പോൾ സമൂഹത്തിൽ നല്ല ഒരു നില എത്തിയിട്ടുണ്ട്. അവന് ഈ സമയത്ത് അമ്മയിലേക്ക് നോക്കുമ്പോൾ അവന്റെ തലത്തിന് നിൽക്കുവാൻ കഴിയുന്ന ഒരമ്മയാണ് അവൻ ആവശ്യം. അവൻ ശ്രദ്ധിച്ചു നോക്കി, തന്റെ അമ്മയെ ആ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമോ? അവന് മനസ്സിലായി, ഒരിക്കലും കഴിയില്ല. കാരണം അമ്മയുടെ രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാതെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ അമ്മയെ താൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ തന്നോടൊപ്പം നിർത്തുവാനുള്ള ഒരു പദവിയില്ല. മകന്റെ മനസ്സ് ഏറെ വേദനിച്ചു. മകൻ അറിയാതെ പലതും അമ്മയെ പറ്റി പറഞ്ഞു. നീ അന്ധയാണ്, നീ കുരുടയാണ്, നിനക്ക് കാഴ്ചയില്ല, ഞാൻ എങ്ങനെ നാലുപേരുടെ മുന്നിൽ നിന്നെ പ്രകടിപ്പിക്കും, എന്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏറെ വാക്കുകൾ ആ അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ മകൻ പറഞ്ഞു. എന്നിട്ടും അമ്മ ഒന്നും പറയുന്നില്ല. മകനെ, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ദൈവം കാഴ്ചകൾ തന്നിട്ടില്ല എന്ന് മാത്രം പറഞ്ഞ് ആ അമ്മ തന്റെ വാക്കുകൾ ഒതുക്കിയ. എന്നാൽ കുറച്ചു നാള് ഈ മകൻ ഇങ്ങനെ പലരോട് ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ ഈ അമ്മയെയും ഈ മകനെയും അറിയാവുന്ന ഒരു വ്യക്തി ഈ മകനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നീ ഒരിക്കലും നിന്റെ അമ്മയെ കുറിച്ച് അങ്ങനെ പറയരുത്. നിന്റെ അമ്മയ്ക്ക് കാഴ്ചയില്ലാത്തവളായിരുന്നില്ല, നിന്റെ അമ്മയ്ക്ക് കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ കാഴ്ചയില്ലാതിരുന്നത് നിനക്ക് കാഴ്ച തരുവാൻ വേണ്ടി നിന്റെ അമ്മയുടെ കൃഷ്ണമണി നിനക്ക് ദാനം ചെയ്ത.
അമ്മയുടെ കണ്ണ് നിനക്ക് ദാനം ചെയ്ത, അതുകൊണ്ട് ഇന്ന് നിനക്ക് കാഴ്ചയുണ്ട്, മറിച്ച് നിന്റെ അമ്മയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. ആ മകൻ ഇത് അറിഞ്ഞിട്ട് അമ്മയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അമ്മയെ വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, ഇനി അമ്മേ, ആ മകൻ ജീവിക്കുന്ന ഓരോ നിമിഷവും എന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ജീവിതമായിരിക്കും എന്റെ ജീവിതം. ഈ ദിവസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഞാൻ മരിക്കേണ്ടതിന് പകരം എനിക്ക് വേണ്ടി അവൻ മരിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി മാത്രമാണ് അവൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ കർത്താവിന്റെ മരണം എനിക്ക് വേദനകൾ നൽകണം. എന്റെ കർത്താവിന്റെ മരണം എന്നെ വേദനിപ്പിക്കണം. ഇത് ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തയിലേക്ക് വരട്ടെ. ഞാൻ പറഞ്ഞു, കറുപ്പ് ദുഃഖത്തിന്റെ പ്രതീകമാണ്. ബ്ലാക്ക് കളർ ഈസ് എ സിംബൽ ഓഫ് മോർണിംഗ്. രണ്ടാമതായിട്ട് ബ്ലാക്ക് കളർ ഈസ് എ സിംബൽ ഓഫ് റിപ്പന്റൻസ്. അനുതാപത്തിന്റെ പ്രതീകമാണ് കറുത്ത വസ്ത്രം. വളരെ വ്യക്തമായ ഒരു ചിന്തയാണിത്. അനുതാപത്തിന്റെ പ്രതീകമാണ് കറുപ്പ് നിറം. അനുതാപത്തിന്റെ പ്രതീകമാണ് കറുത്ത വസ്ത്രം. പല ആളുകളും പല സാഹചര്യങ്ങളിലും ചോദിച്ചിട്ടുണ്ട്, വിവാഹ കൂദാശ, മാമോദീസ, പട്ടം കൊട, ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായ കൂദാശകളാണ്. എന്നിട്ടും എന്തിനാണ് വൈദികര് കറുത്ത വസ്ത്രം ധരിച്ച് അവിടെ നിൽക്കുന്നത്? ഏറെ വില കൂടിയ, ഒരു പക്ഷെ മത്സര രംഗത്ത് നിന്ന് നേടിയെടുത്ത വസ്ത്രങ്ങൾ വരെ ധരിച്ചുകൊണ്ട്, ഒരു പക്ഷെ കമനീയമായത് എന്ന് വ്യക്തിഗതമായി മണവാളിനും മണവാട്ടിക്കും തോന്നിയാലും മറ്റുള്ളവരതിനെ പുച്ഛിക്കുന്ന രീതിയിലുള്ള വസ്ത്രമായിരുന്നാലും ധരിച്ച് ആഡംബരത്തോടുകൂടി വിവാഹ കൂദാശയിലേക്ക് പങ്കെടുക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ വിവാഹ കൂദാശ ഒരു ആഡംബരത്തിന്റെ കൂദാശയായി നിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുമ്പിലായി കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, പുറകോട്ട് തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ജനത്തെ ആശീർവദിക്കുന്ന പുരോഹിതൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കറുത്ത വസ്ത്രമാണ്. ഇതെന്തിനാണ് ഇങ്ങനെ കറുത്ത വസ്ത്രം ധരിക്കുന്നത്? അതിലും നല്ലതല്ലേ യഥാർത്ഥമായി കാസക്ക് ധരിച്ച് വെള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഒരു പുരോഹിതനെ കാണാൻ? വളരെ വ്യക്തമായ ചില തീരുമാനങ്ങൾ സഭയ്ക്കുണ്ട്. കറുത്ത വസ്ത്രം ഒരു പരിധിവരെ ആദ്യം കാണുവാനായി സാധിക്കുന്നത് നിനവ ജനത്തിനിടയിലാണ്. നിനവ ജനത്തിന് തന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യം വന്നപ്പോൾ അവർ ചാക്ക് ധരിച്ചു, ചാരം വിതറി ഒന്നാമത്തെ കറുത്ത വസ്ത്രം ധരിക്കുന്നതായിട്ട് ചില ചിന്തകരുടെ എഴുത്തുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ നമ്മുടെ അനുതാപത്തിന് വേണ്ടിയായിരിക്കണം. ഈ ദിവസങ്ങൾ അനുതാപത്തിൻ്റെതായിരിക്കണം. നിനുവ ജനത്തിന്റെ അനുതാപം പോലെ എന്റെയും നിങ്ങളുടെയും അനുതാപത്തിൻ്റെതായിരിക്കണം. ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ ഫലമാണ് യേശുതമ്പുരാൻ ക്രൂശിൽ മരിക്കേണ്ടത്. ഒരുപക്ഷെ ദൈവത്തിന്റെ നീതിബോധമാണ്. അതുകൊണ്ട് ആ പിതാക്കന്മാര് പറയുന്നുണ്ട്, മറുവിലയായി കൊടുത്തവനായ ദൈവം, എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവിലയായി കൊടുത്തവനാണ് ആ ദൈവം. ആ ദൈവത്തിനെ യഥാർത്ഥമായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് എനിക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയാത്തതിനാൽ ഒരു യഥാർത്ഥ അനുതാപം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാ ക്രൂശിലേക്ക് പോകുമ്പോൾ, ഗോൽഗോത്തായിലേക്ക് കുരിശും പേറിക്കൊണ്ട് പോകുമ്പോൾ യേശുതമ്പുരാൻ തന്നെ നോക്കി അനുദപിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി അനുദപിക്കണ്ട, നിങ്ങൾ എന്നെ ചൊല്ലി അനുദപിക്കണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി അനുദപിക്കുക. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി അനുദപിക്കാൻ ഏറെയുണ്ട്. കാരണം നിങ്ങളുടെ മക്കൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചപ്പോൾ എന്താണോ അവനിൽ ആഗ്രഹിച്ചത് അപ്രകാരം ജീവിക്കുവാനായിട്ട് ശ്രമിക്കാത്തത് കൊണ്ട് നിങ്ങൾ അവരെ ചൊല്ലി കരയുവാനായിട്ട് ഇടയാകണം. ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് അനുതാപത്തിനുള്ളത്. ഒന്ന്, ദൈവം എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഒന്നാമത്തെ അനുതാപം. രണ്ട്, ഭൂമിയിൽ ഞാൻ ചെയ്തു തീർക്കേണ്ടത് ചില ഉത്തരവാദിത്തങ്ങളും ക്രമീകരണങ്ങളുമുണ്ട്, അതെനിക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്തതിനാൽ ഞാൻ അനുദപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 1993 ഞാൻ ഓർക്കുന്നു, ഇപ്പോഴും ഞാൻ വായിച്ച ഒരു കഥ. ഇരട്ട സഹോദരങ്ങളാണ് ബാബുവും സാബുവും. അതിൽ മൂത്ത സഹോദരന്റെ പേര് ബാബു, രണ്ടാമത്തെ സഹോദരന്റെ പേര് സാബു. ഒരു പക്ഷേ ഇരട്ട സഹോദരങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവരെ രണ്ടുപേരെയും കണ്ടാൽ തിരിച്ച് അറിയത്തില്ല. വ്യക്തിഗതമായി വളരെ ശ്രദ്ധിച്ചാൽ പോലും ഒരു വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയില്ല. രണ്ടുപേരുടെയും സ്വഭാവം വിഭിന്നവുമാണ്. ബാബു എന്ന് പറയുന്നത് വളരെ നല്ലവൻ, എല്ലാവർക്കും എല്ലാ ഉപകാരങ്ങളും ചെയ്യുവാൻ കഴിവുള്ളവൻ, തന്നാൽ ആകും വിധം എല്ലാവരെയും സഹായിക്കുന്നവൻ. എന്നാൽ നേരെ തിരിച്ച് സാബു എന്ന് പറയുന്നത് വ്യക്തിഗതമായ സന്തോഷത്തിൽ യഥാർത്ഥമായി സുഖം കണ്ടെത്തുന്നവൻ, തന്റെ ജീവിതം മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിക്കുന്നവനായ വ്യക്തിയാണ് സാബു. ഈ രണ്ടുപേരുടെയും മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ മാതാവും പിതാവും ഇല്ലാതെ ജീവിക്കുമ്പോൾ ബാബു തന്നാൽ ആകും വിധം തന്റെ ഇളയവനായ സാബുവിനെ ഉപദേശിക്കുന്നുണ്ട്. നമുക്ക് മാതാപിതാക്കളില്ല, നമ്മളെ സഹായിക്കാനായിട്ട് ആരുമില്ല, അതുകൊണ്ട് വലിയ തിന്മ പ്രവർത്തികളിലേക്ക് പോകാതെ നന്മയിൽ ജീവിക്കണം, അവിടെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കണ്ട് സന്തോഷിക്കുന്നത് എന്ന് ബാബു തന്നാൽ ആകും വിധം തന്റെ സഹോദരനെ ശാസിക്കുവാനും
സ്നേഹത്തോടെ ഉപദേശിക്കുവാനും ശ്രമിച്ചു. എന്നാൽ സാബുവിന് ഇതൊന്നും ആദ്യ നാളുകളിൽ ചെവിക്കൊള്ളുവാനായിട്ട് ഇടയായില്ല, അല്ലെങ്കിൽ മനസ്സില്ലായിരുന്നു. സാബു തന്റെ പ്രവർത്തന മേഖലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മദ്യഷാപ്പിൽ ചെന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്തുമായിട്ട് വാഗ്വാദത്തിലായി, അത് കയ്യാങ്കളിയിലായി. അവസാനം കുടിച്ചുകൊണ്ടിരുന്ന കുപ്പി പൊട്ടിച്ചിട്ട് സുഹൃത്തിന്റെ നെഞ്ചത്ത് കയറ്റി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിനെ അവിടെ കളഞ്ഞിട്ട് അവൻ ഓടുകയാണ്. മദ്യത്തിന്റെ ഒരു ഉന്മാദം അവനിൽ നിലനിൽക്കുന്നുണ്ട്. ചോര സുഹൃത്തിന്റെ ദേഹത്തു നിന്ന് തന്റെ വസ്ത്രത്തിലേക്ക്, തന്റെ ശരീരത്തിലേക്ക് ഒക്കെ പതിഞ്ഞിട്ടുണ്ട്. എങ്കിലും സാബു അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. തന്റെ സ്വന്തം ഭവനത്തിലെത്തി അവിടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്ന തന്റെ സഹോദരന്റെ അടുക്കലേക്കാണ് വന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മാത്രം അറിയാവുന്ന സഹോദരന്റെ അടുക്കലേക്കാണ് വരുന്നത്. ആ സഹോദരൻ ഇവനെ കണ്ട മാത്രമല്ല അവനോട് ചോദിച്ചു, എന്നാ സംഭവിച്ചത്? ഞാൻ ഒരാളെ കുത്തിക്കൊന്നു, എൻ്റെ അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ കുത്തിക്കൊന്നതാണ്, എൻ്റെ സഹോദര എന്നെ രക്ഷിക്കണം. മൂത്ത സഹോദരൻ പറഞ്ഞു, നീ എന്തിനാ ഇത്ര കരയുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വസ്ത്രം ഊരി വെച്ചിട്ട് കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ പറഞ്ഞു. അകത്തു പോയി. സഹോദരൻ വസ്ത്രം ഊരി വെച്ച് കുളിച്ച് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഈ വസ്ത്രം എടുത്ത് ധരിക്കുക. എന്നിട്ട് അവിടെ തൻ്റെ വീടിന്റെ പൂമുഖത്ത് തന്നെ ഇവൻ കാത്തിരിക്കുക. ധനവാനായ ഒരു മനുഷ്യന്റെ മകനാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്നു. നിസ്സംശയം തന്നെ, പ്രത്യേക തെളിവുകളോ ഒന്നും വേണ്ട, ശരീരത്തിൽ അല്പ രക്തം കറ പുരണ്ടിട്ടില്ലെങ്കിൽ കൂടി വസ്ത്രത്തിൽ നല്ലതുപോലെ രക്തക്കരണ് പുരണ്ടിരിക്കുന്ന മൂത്ത സഹോദരനെ കണ്ടപ്പോൾ പോലീസ് തീരുമാനിച്ചു, ഇദ്ദേഹമാണ് കൊന്നത്. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജയിലിലാക്കി വിധി നടപ്പിലാക്കുന്നു. അവനെ തൂക്കിക്കൊല്ലാനായിട്ടുള്ള വിധി നടപ്പിലാക്കുന്ന ദിവസം അവന് ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു, എൻ്റെ സഹോദരന് ഒരു എഴുത്ത് കൊടുത്തു വിടണം. ആ എഴുത്ത് അവൻ ഇങ്ങനെ എഴുതി, സഹോദര, നിന്നോട് ഞാൻ പലതവണ ഉപദേശിച്ചു, ലോകത്തിൽ നന്മയായി ജീവിക്കണമെന്ന് നിന്നെ ഞാൻ പലതവണ ഉപദേശിച്ചു, അതൊന്നും നീ കേട്ടില്ല. ഞാൻ എന്നാൽ കഴിയും വിധം നന്മയായി ജീവിച്ചു, എന്നാൽ എനിക്ക് അതിൽ യാതൊരു കുണ്ഠിതവുമില്ല. എന്നാൽ കഴിയാവുന്ന നന്മകൾ ഞാൻ ചെയ്തു. പക്ഷെ ഇപ്പോൾ എനിക്കൊരു വേദനയുണ്ട്. ഞാൻ ഇനി ഭൂമിയിൽ നന്മകൾ ചെയ്യാനായി ജീവിക്കുന്നില്ല. എനിക്ക് പകരം നീയാണ് ജീവിക്കുന്നത്, നിനക്ക് പകരം ഞാനാണ് ഇപ്പോൾ മരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഓർത്ത്, ദൈവത്തെ ഓർത്ത്, നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് എനിക്ക് പകരമായി നീ ജീവിക്കണം. സഹോദരൻ ഈ കത്ത് വായിച്ച ഉടനടി തന്നെ തന്റെ ജ്യേഷ്ഠനെ കാണുവാനായി ജയിലിലേക്ക് ഓടി. അപ്പോഴേക്കും വിധി നടപ്പിലാക്കിയിരുന്നു. ചേതനയേറ്റ ശരീരമായി നിലത്ത് കിടക്കുന്ന സഹോദരനെ വാരിപ്പുണർന്നുകൊണ്ട് അനുജനായ സാബു ഇങ്ങനെ പറഞ്ഞു, ഇനി നിനക്ക് പകരം ഞാൻ ജീവിക്കും. നമ്മുടെ അനുതാപവും ഇത് തന്നെയാണ്. എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായപ്പോൾ ആ യേശു തമ്പുരാന് പകരമായി ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അനുതാപപൂർണമായ തിരിച്ചുവരവിലൂടെ ജീവിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുവാനായി ഈ ചിത്രം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതാണ് ഈ ചിത്രം നമ്മൾക്ക്, ഈ നിറം നമുക്ക് നൽകുന്ന യഥാർത്ഥമായ സന്ദേശം. മൂന്നാമതായിട്ട് ഒരു ചിന്ത കൂടി പറയട്ടെ. കറുപ്പ് എന്ന് പറയുന്നത് റിജക്ഷന്റെ സിംബലാണ്, റിജക്റ്റിംഗ് ആണ്. ഒരു പരിധിവരെ നമ്മുടെ ഈ ആനുകാലികമായ ജീവിതത്തിൽ അറിയാം. മോഡേൺ വേൾഡിൽ ഫെയർ കളർ എന്ന് വിശേഷിപ്പിക്കുന്നത് വൈറ്റ് കളറാണ്. ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് തിയോളജി എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, തള്ളിക്കളയപ്പെട്ടവരുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ പ്രാവിനെ നമ്മൾ വെള്ളരിപ്രാവ് എന്ന് വിളിക്കും, കാക്കയെ നമ്മൾ കറുത്ത കാക്ക എന്ന് വിളിക്കും. ചെറിയ വാക്കിലല്ല, നീട്ടി തന്നെയാ പ്രയോഗിക്കുന്നത്, കറുത്ത കാക്ക. ആ കാക്കയെ നമ്മൾ എത്ര അവഗണിച്ചാലും നമ്മുടെ മനസ്സിലൊരു സന്തോഷം കിട്ടാത്ത രീതി അത്രയ്ക്ക് നമ്മൾ അവഗണിക്കാനായിട്ട് ശ്രമിക്കും. ഇത് തന്നെയാണ് കറുപ്പിന്റെ അർത്ഥവും. യേശുദമ്പുരാന് ഈ കറുപ്പിന്റെ പ്രതീകമായി നിൽക്കുക. യേശുദമ്പുരാൻ ഇവിടെ കറുപ്പിന്റെ സ്ഥാനത്ത് നിൽക്കുക. യേശുദമ്പുരാനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തള്ളി പറയുക. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, 5000 പുരുഷന്മാർ മാത്രം, അതിന്റെ ഇരട്ടി സ്ത്രീകളും അതിനോടൊപ്പം വരുന്ന കുഞ്ഞുങ്ങളും, ഇവര് ഒരു നിമിഷം ശബ്ദം ഉയർത്തിയിരുന്നുവെങ്കിൽ യേശുദമ്പുരാന് മരിക്കേണ്ടി വരികയില്ലായിരുന്നു. എന്തിന്? കൂടെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന് തന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്ത പത്രോസ് അപ്പോസ്തലനാകട്ടെ, കൂടെ കൊണ്ടു നടന്ന മറ്റ് ശിഷ്യന്മാരാകട്ടെ, ആരും തന്നെ ആ നിമിഷത്തിൽ യേശുദമ്പുരാനെ ഒന്ന് സ്വീകരിക്കുവാനായി തയ്യാറായിട്ടില്ല. യേശുവും ഒരു തള്ളപ്പെട്ട വ്യക്തിയായി തീരുക. കറുപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ എന്നെ ഇന്നും തള്ളി പറയുകയാണോ?
നീ എന്നെ ഇന്നും തള്ളിപ്പറയുകയാണോ? നീ എന്നെ തള്ളിക്കളഞ്ഞിട്ട് എന്റെ സുഖത്തിന്റെ കാലഘട്ടങ്ങളിൽ, നിനക്ക് വേണ്ടതായ ആവശ്യത്തിന്റെ കാലഘട്ടങ്ങളിൽ നീ എന്നെ സ്വീകരിച്ചവനാണ്. എന്നാൽ ഇന്ന് നീ എന്നെ തള്ളിക്കളയുവാനായിട്ട് തയ്യാറെടുക്കുന്നു. അതാകരുത്. യഥാർത്ഥമായ കറപ്പിൽ പൊതിയപ്പെട്ട ക്രിസ്തുവിനെ എന്റെ സ്വന്തമായി സ്വീകരിക്കുമ്പോൾ തള്ളിക്കളയലല്ല, നേരെ തിരിച്ച് സ്വീകരിക്കലാണ്. ഒരു കഥ ഇങ്ങനെ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഒരു അപ്പനും മകനും. ആ അപ്പൻ മകനെ വളരെ കരുതി വളർത്തി. ആ മകൻ വളർന്നു വലുതായി വിവാഹം കഴിച്ചു. തൻ്റെ പദവിക്കും തൻ്റെ പ്രൗഢിക്കും മുകളിലായി നിൽക്കുന്ന ഒരു സ്ത്രീയെ തന്നെ വിവാഹം കഴിച്ചു. അപ്പൻ തനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങളും മുഖാന്തരം തനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തലങ്ങളിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അപ്പനെ നോക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല, ഈ അപ്പനെ എവിടെങ്കിലും കൊണ്ട് കളയണം. മകൻ യാതൊരു ഗത്യന്തരവുമില്ലാതെ അപ്പനെ തോളിലേറ്റി നടുക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കാടിന്റെ ഒത്ത നടുവിലേക്ക് കൊണ്ടുപോയപ്പോൾ മകന്റെ തോളിലിരുന്നു കൊണ്ട് അപ്പൻ കുലുങ്ങിയപ്പോൾ മകൻ അപ്പനോട് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ഇപ്പോഴെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് കൂടായോ? അപ്പൊ അപ്പൻ തിരിച്ച് മകനോട് മറുപടി പറഞ്ഞു, മോനെ, ഞാൻ ഇവിടെ ഇരുന്ന് രസിക്കുകയല്ല, മറിച്ച് ഞാൻ ഇവിടെ ഇരുന്ന് ഈ കൊമ്പുകൾ ഒടിച്ചു കളയുകയാ. ചെറിയ ചെറിയ കൊമ്പുകൾ, ചെറിയ ചെറിയ മുളങ്കാലികൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, ഞാനത് ഒടിച്ചു കളയുക. മകൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പ്രായമായ കാലത്ത് അത് ഒടിച്ചു കളഞ്ഞിട്ട് എന്തോ എടുക്കാനാ? അപ്പൻ തിരിച്ചു മറുപടി പറഞ്ഞു, മോനെ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മകനും നിന്നെ ഇതേ വഴിത്താരയിലൂടെയാ കൊണ്ടുവരുന്നേ. നിന്നെ കൊണ്ടുവന്ന് കളയാൻ പോകുന്നതും ഇവിടെയാ. ആ സമയത്ത് നിന്റെ ദേഹത്ത് ഈ മുളങ്കാലുകൾ കൊള്ളരുത്. ഈ മുളങ്കാലുകൾ വളർന്നു വന്നാൽ നിന്റെ ദേഹത്ത് അത് കൊള്ളും, അത് നിന്നെ മുറിവേൽപ്പിക്കും. അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഒടിച്ചു കളയുക. മകൻ ആ അപ്പനെ തിരിച്ചു വീണ്ടും താഴെ ഇറക്കി തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വഭവനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും എൻ്റെ അപ്പൻ എന്നെ കരുതിയവനാണെന്ന ബോധ്യത്തിൽ അപ്പനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങി. നമ്മുടെ യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ മനസ്സ് നമ്മളോട് പറയുന്ന ഇതാണ്, നിന്റെ ദേഹത്തൊരു മുള്ളു കൊള്ളാതിരിക്കാൻ, നിന്റെ ദേഹത്തൊരു ആണി കൊള്ളാതിരിക്കാൻ, നിന്റെ ദേഹത്ത് കുന്തം കൊള്ളാതിരിക്കാൻ ഞാൻ ഈ കുന്തവും മുള്ളും എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ സന്തോഷമായി ജീവിക്കുക. നീ എന്നെ എത്ര തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ. കൈകൾ ഇരുവശങ്ങളിലേക്ക് വിരിച്ചു പിടിച്ചപ്പോൾ അതിനുള്ളിൽ ഈ ലോകത്തെ മുഴുവനും ചേർത്ത് വയ്ക്കുവാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ദൈവം, ആ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. തള്ളിക്കളയാനല്ല, റിജക്റ്റ് ചെയ്യാനല്ല, നേരെ മറിച്ച് സ്നേഹത്തോടുകൂടി ആ ദൈവത്തെ കരുതുവാനായിട്ട് ഇടയാകണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. കറുപ്പിന്റെ 3 പ്രതീകങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കറുപ്പ് ദുഃഖത്തിന്റെ പ്രതീകമാണ്. യേശു തമ്പുരാൻ എൻ്റെ ദൈവമാണ് വേദനയോടുകൂടി ഈ ദിനങ്ങൾ കഴിച്ചുകൂട്ടിയതെന്ന ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, കറുപ്പ് അനുതാപത്തിന്റെ പ്രതീകമാണ്, റിപ്പൻഡൻസിന്റെ പ്രതീകമാണ്. എന്താണ് റിപ്പൻഡൻസിന് കാരണം? ദൈവം തമ്പുരാൻ എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ എനിക്ക് ഒരു പശ്ചാത്താപം ഉണ്ടാകണം. ഇനി ദൈവമില്ല, ദൈവത്തിന് പകരം ഭൂമിയിൽ കാണപ്പെടുന്ന മനുഷ്യനായ ഞാനാണ് ദൈവത്തിന് വേണ്ടി നന്മ പ്രവർത്തികൾ ചെയ്യേണ്ടത്. അതിന് തക്കതായി ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അനുതപിക്കണം. മൂന്നാമതായിട്ട്, ഈ സാഹചര്യത്തിലും ദൈവത്തെ തള്ളിക്കളയുന്നവരാണ് നമ്മൾ ദൈവത്തെ തള്ളിക്കളയാതെ എനിക്ക് വേണ്ടി മരിച്ചവനെ എൻ്റെ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുവാൻ, ദൈവം എനിക്ക് മതിയായവനെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും.